ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ പെയിൻറ്റിങ്സ് കാണാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ വാട്ടർ കളർ പെയിൻറ്റിങ്സ് ചെയ്ത് പഠിക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത് ബ്ലൂ വാട്ടർ ലില്ലീസ് ആണ്. അപ്പോൾ നമുക്ക് പെൻസിൽ യൂസ് ചെയ്ത് വളരെ ലൈറ്റായിട്ട് സ്കെച്ചിങ് തുടങ്ങാം. നമ്മളിതിന് മുമ്പ് ചെയ്ത വാട്ടർ കളർ ഡെമോൺസ്ട്രേഷൻസ് കണ്ട സുഹൃത്തുക്കൾ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു. നമ്മൾ കളേഴ്സ് മിക്സ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, അതുപോലെ ഏതൊക്കെ ബ്രഷാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ബ്ലൂ വാട്ടർ ലില്ലീസ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇതിന് നീലത്താമര അല്ലെങ്കിൽ നീലാമ്പൽ എന്നൊക്കെ പറയാറുണ്ട്. ആദ്യം നമുക്ക് പെൻസിൽ സ്കെച്ച് കംപ്ലീറ്റ് ചെയ്യാം. വാട്ടർ കളറിങ്ങിന് വേണ്ടിയിട്ട് സ്കെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ലൈറ്റായിട്ട് സ്കെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ഡെൻസായിട്ട് പെൻസിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കുഴപ്പം, നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞാലും ആ പെൻസിൽ ലൈൻസ് വിസിബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഫ്ലവേഴ്സ് സ്കെച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ആമ്പൽപ്പൂവൊക്കെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, കോൺസെൻട്രിക് ആയിട്ടാണ് അതിൻ്റെ എതളുകൾ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ 2-3 ഓവൽ ഷേപ്പുകൾ വരച്ചതിന് ശേഷം അതിൽ കൊള്ളുന്ന രീതിയിലാണ് എതളുകൾ വരച്ചു പോരുന്നത്. ഏകദേശം നമ്മൾ ഒരു ഫ്ലവറും അതിൻ്റെ തണ്ടും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ മെയിൻ സബ്ജക്റ്റായിട്ട് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് 2 ഫ്ലവേഴ്സും 1-2 മുട്ടുകൾ, പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ലീഫുകൾ, വാട്ടർ, ഇത്രയും ഭാഗമാണ് നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലവറും 1-2 മുട്ടുകളും അതുപോലെ രണ്ടാമത്തെ ഫ്ലവറാണ് നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ ആദ്യത്തെ ഫ്ലവറിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഡിസ്റ്റൻറ്റിലാണ്. അപ്പോൾ അതിൻ്റെ വലിപ്പം കുറച്ച് കുറയും. നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒബ്ജക്റ്റ് ഏതാണോ അതാണ് നമ്മൾ കൂടുതൽ വലുതായിട്ട് കാണുക. ഡിസ്റ്റൻസ് കൂടുന്തോറും ഒബ്ജക്റ്റ് ചെറുതായി വരും. അതുപോലെ തന്നെ സറൗണ്ടിങ് വളരെ ഡീറ്റെയിൽ കുറച്ചിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ സ്കെച്ച് ചെയ്യുന്നത്. അത് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്തും നമ്മുടെ സബ്ജക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കുക. ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക, ഏറ്റവും കൂടുതൽ കളർ ആഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ മെയിൻ സബ്ജക്റ്റിനായിരിക്കണം. അപ്പോൾ വളരെ ലൈറ്റായിട്ടാണ് നമ്മളിപ്പോൾ ലീഫും കാര്യങ്ങളൊക്കെ സറൗണ്ടിങ്ങിൽ സ്കെച്ച് ചെയ്യുന്നുള്ളൂ. നമ്മുടെ പെൻസിൽ സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വാട്ടർ കളറിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിയ പാലറ്റ് ചൂസ് ചെയ്യാൻ നോക്കുക. എസ്പെഷ്യലി കളറിങ് ചെയ്ത് പഠിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് കളേഴ്സ് മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് തെറ്റിപ്പോയാലും വീണ്ടും മിക്സ് ചെയ്യാനായിട്ട് സ്പേസ് ആവശ്യം വരും. അപ്പോൾ കുറച്ച് വലിയ പാലറ്റ് എടുക്കാൻ നോക്കുക. ഇതിൽ നമ്മൾ ഗ്രീൻ ഷെയ്ഡുകളും ബ്ലൂ അതുപോലെ യെല്ലോ ഷെയ്ഡൊക്കെയാണ് കളേഴ്സ് ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓരോ കളേഴ്സും എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് ഗ്രേഡ് വാട്ടർ കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ലെമൺ യെല്ലോ കളറാണ്. അപ്പോൾ ലെമൺ യെല്ലോ വെച്ചിട്ട് ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാഷ് ചെയ്ത് തുടങ്ങാൻ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ലീഫിൻ്റെ സൈഡ്സിലൊക്കെ നമ്മൾ യെല്ലോ കളറ് അപ്ലൈ ചെയ്ത് തുടങ്ങി. വാട്ടർ കളറിൽ കളേഴ്സ് അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഓരോ ഒബ്ജക്റ്റിലെയും കമ്പാരിറ്റീവ്ലി ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ ആദ്യം വാഷ് ചെയ്യുക. ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ലെയർ ആണ് നമ്മൾ ആദ്യം കളർ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ലീഫിൽ നമുക്ക് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്, ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കാളൊക്കെ ലൈറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ് അതിൻ്റെ യെല്ലോ പോർഷൻ. അപ്പോൾ ആ ഒരു ടോണാണ് നമ്മൾ ഇപ്പോൾ വാഷ് ചെയ്തത്. ഇനി ലെമൺ യെല്ലോയിലേക്ക് കുറച്ച് സാപ്പ് ഗ്രീൻ കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വളരെ ലൈറ്റായിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത യെല്ലോ കളർ ഇപ്പോഴും ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ വെറ്റായി നിൽക്കുന്ന ആ കളറിലേക്ക് തന്നെയാണ് നമ്മൾ ലൈറ്റായിട്ടുള്ള ഗ്രീൻ കളർ ആഡ് ചെയ്തത്. അപ്പോൾ കളേഴ്സ് തമ്മിൽ നല്ല മിക്സ് ആയിട്ട് കിട്ടും നമുക്ക്. എഗെയിൻ നമ്മൾ ഗ്രീൻ ആൻഡ് ലെമൺ യെല്ലോ ആണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇത്തവണ നമുക്ക് ഗ്രീനിൻ്റെ കണ്ടൻറ്റ് കുറച്ച് അധികമുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഗ്രീനറായിട്ടുള്ള ലീഫാണ് ആവശ്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കമ്പാരിറ്റീവ്ലി നമ്മൾ നേരത്തെ വരച്ച ലീഫിനൊക്കെ കുറച്ചുകൂടെ നമ്മുടെ അടുത്തുള്ള ലീഫാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ കളറും കൂടും, കുറച്ചുകൂടെ നമ്മൾ ഡീറ്റെയിലും അതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഡാർക്കറായിട്ടാണ് നമ്മൾ അതിൻ്റെ ഇനീഷ്യൽ ലെയർ വാഷ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഫിനിഷ് ഓഫ് ചെയ്യാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ലീഫിൻ്റെ പോർഷൻസാണ്. അപ്പോൾ ലീഫിൻ്റെ പോർഷൻസിൻ്റെ ഒരു ലെയർ നമ്മൾ വാഷ് ചെയ്യുന്നതോട് കൂടെ തന്നെ നമ്മുടെ സബ്ജക്റ്റ് കുറച്ചുകൂടെ ഡിഫൈൻഡ് ആവും. കാർവിങ് ഔട്ട് ടെക്നിക് എന്നൊക്കെ പറയും ഇതിന് വാട്ടർ കളറിൽ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ വാഷ് ചെയ്തുകൊണ്ട് നമ്മുടെ സബ്ജക്റ്റിനെ കാർവ് ചെയ്തെടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിലെ കളേഴ്സ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ മെയിൻ സബ്ജക്റ്റിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഓരോ ഒബ്ജക്റ്റിനും കളർ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ആ ഒബ്ജക്റ്റിന് വാഷ് ചെയ്യാനുള്ള കളറ് സെലക്ട് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത് 2 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന്, നമ്മൾ ആ ഒബ്ജക്റ്റിനെ പ്രോപ്പറായിട്ട് ഒബ്സേർവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്, അത് കണ്ടിട്ട് നമുക്ക് ഏത് കളറാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് കിട്ടുന്നൊരു ഐഡിയ. രണ്ടാമത്, നമ്മുടെ പാലറ്റിലുള്ള ഏതൊക്കെ കളറുകൾ തമ്മിൽ മിക്സ് ചെയ്താൽ നമ്മൾ കണ്ട കളറിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത്. അത് ബൈ പ്രാക്ടീസ് നമുക്ക് നമ്മൾ എത്രത്തോളം പെയിൻറ്റിങ്സ് ചെയ്യുന്നോ അത്രയും നമുക്ക് നമ്മൾ കാണുന്ന കളേഴ്സ് മിക്സ് ചെയ്തെടുക്കാൻ ഈസി ആയി വരും. ഇപ്പം നമ്മൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഫിൻ്റെ ഇനീഷ്യൽ ലെയറിന് നമ്മൾ ലെമൺ യെല്ലോയും അതുപോലെ സാപ്പ് ഗ്രീനും ചൂസ് ചെയ്യാനുള്ള റീസൺ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ലൈറ്റർ ആൻഡ് ബ്രൈറ്റർ ആയിട്ടുള്ള ഗ്രീനിഷ് ഫീൽ കിട്ടണം. കുറച്ച് വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു ലീഫിനുണ്ടാകുന്ന ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കളേഴ്സ് ചൂസ് ചെയ്തത്. അതുപോലെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഷിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പെൻസിൽ കൊണ്ട് ഫ്ലവർ വരയ്ക്കുന്ന അത്രത്തോളം അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാർവിങ് ഔട്ട് ടെക്നിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്ലവറിനെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ പിറകിലെ ഗ്രീൻ വാഷ് വെച്ചിട്ട് ആ ഫ്ലവറിൻ്റെ ഷേപ്പിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യാം. കുറച്ചുകൂടെ ചെറിയ കോർണേഴ്സും എഡ്ജസൊക്കെ നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾഡായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ ആദ്യം വാഷ് ചെയ്ത ഗ്രീൻ കളർ ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ കുറച്ചുകൂടെ ഡാർക്കറായിട്ടുള്ള സാപ്പ് ഗ്രീൻ ആ റീജിയനിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ പോർഷൻ കുറച്ചുകൂടെ സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടും. അതുപോലെ നമ്മൾ സ്കെച്ച് ചെയ്ത ഫ്ലവേഴ്സിൻ്റെ ഷേപ്പിനകത്തേക്ക് കളേഴ്സ് കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ കാർവ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഷേപ്പ് മിസ് ഔട്ട് ആവാതിരിക്കാൻ കെയർഫുൾ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കളർ മിക്സിലേക്ക് കുറച്ച് യെല്ലോ ഓക്കർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് യെല്ലോയിഷ് ഫീൽ വരുന്ന ലീഫിൻ്റെ ഭാഗങ്ങൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ എപ്പോഴും ശ്രദ്ധിക്കുക, ഓരോ ലീഫും ഓരോ കളറായിരിക്കും. ചിലത് നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ലീഫായിരിക്കും. ഓരോ ലീഫും ഓരോ ഒബ്ജക്റ്റും ഐഡൻറ്റിക്കലായിരിക്കും നമ്മൾ നേച്ചറിൽ കാണുന്നത്. അപ്പോൾ അതിലെല്ലാം കളറിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എക്സാക്റ്റ് ഒരേ കളർ എല്ലാ ഒബ്ജക്റ്റിനും അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കളർ മിക്സ്ചേഴ്സ് നമ്മൾ ഇടയ്ക്ക് കളേഴ്സ് ആഡ് ചെയ്തിട്ട് വേരിയേഷൻസ് വരുത്തും. കൂട്ടത്തിൽ ഡിസ്റ്റൻറ്റിൽ വരുന്ന ലീഫുകളുടെ രണ്ടാമത്തെ ലെയറാണ് നമ്മൾ കളർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ലെയർ കൊടുത്ത് കമ്പാരിറ്റീവ്ലി നല്ല യെല്ലോയിഷ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് ഗ്രീനിഷ് കളറാണ് അപ്ലൈ ചെയ്യുന്നത്. ആ സെക്കൻഡ് ടോണോട് കൂടി തന്നെ ഓൾമോസ്റ്റ് ദൂരെയുള്ള ഒബ്ജക്ട്സ് ഒക്കെ നമുക്ക് ഫിനിഷായി കിട്ടും. കാരണം നമ്മൾ അത്ര ഡീറ്റെയിൽസ് അതിന് ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഗ്രീൻ കളേഴ്സ് ഡാർക്കറാക്കി കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് സാപ്പ് ഗ്രീനിലേക്ക് വിരീഡിയൻ ഗ്രീൻ കുറച്ച് ആഡ് ചെയ്യാം. അതുപോലെ ഇപ്പോൾ നമ്മൾ പ്രഷ്യൻ ബ്ലൂ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാപ്പ് ഗ്രീനിനെ കുറേ കൂടെ ഡാർക്കർ ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ രണ്ടാമത്തെ ഫ്ലവറും ഓൾമോസ്റ്റ് അതിൻ്റെ ഷേപ്പ് നമ്മൾ കാർവ് ചെയ്തെടുത്ത് കഴിഞ്ഞു. സാപ്പ് ഗ്രീനിലേക്ക് സ്വല്പം കൊബാൾട്ട് ബ്ലൂവും അതുപോലെ തന്നെ യെല്ലോ ഓക്കറും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഗ്രീനിൽ കുറച്ച് വേരിയേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡാണ് നമ്മളിപ്പോൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രീനിൻ്റെ തന്നെ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത്. അഗെയിൻ നമ്മൾ ലെമൺ യെല്ലോയും ഗ്രീനും വെച്ചുള്ള ലൈറ്റ് ഗ്രീനിൻ്റെ ഒരു വാഷാണ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ലീഫിൻ്റെ പോർഷനാണ്. അപ്പോൾ അതിൻ്റെ പിറകിൽ വരുന്ന മടക്ക് കാണുന്ന ഭാഗത്തേക്കൊക്കെ യെല്ലോ ഓക്കർ വെച്ചിട്ടുള്ള ഒരു ടോണാണ് ഇപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്നത്. സാപ്പ് ഗ്രീൻ പ്ലസ് യെല്ലോ ഓക്കർ. ലീഫിൻ്റെ പിറകുവശം അതുപോലെ പുതുതായി ഉണ്ടായി വരുന്ന ലീഫിൻ്റെ പോർഷൻ
അതാണ് നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ച് യെല്ലോ ഷെയ്ഡ് കൂടുതലാക്കിയിട്ടാണ് ചെയ്തത്, കാരണം ആ ലീഫിൻ്റെ പിറകുവശമായിരിക്കും നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ലീഫ് വരുന്ന ഭാഗങ്ങളുടെയൊക്കെ ഒരു ഇനീഷ്യൽ ടോൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 ലെയർ നമ്മൾ ലീഫിൻ്റെ പോർഷനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി വാട്ടർ ലില്ലീസിൻ്റെ പോർഷനാണ് നമുക്ക് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാനുള്ളത്. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്നത് കൊബാൾ ബ്ലൂവും അതുപോലെ തന്നെ ക്രിംസൺ റെഡും ആണ്. അപ്പോൾ അത് രണ്ടും വളരെ വാട്ടർ കണ്ടൻറ്റ് കൂടിയ രീതിയിലാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ബ്രഷ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് ആയിരുന്നു വലിയ റീജിയൻസൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലീഫിൻ്റെ ഭാഗങ്ങളൊക്കെ കളർ ചെയ്യാൻ എത്ര നേരം യൂസ് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് റൗണ്ട് ബ്രഷാണ്. നമുക്ക് വളരെ ചെറിയ റീജിയൻസോ അല്ലെങ്കിൽ ചെറിയ ഷേപ്പുകളൊക്കെ, ഷാർപ്പായിട്ടുള്ള എഡ്ജസ് അങ്ങനെയുള്ളതൊക്കെ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് റൗണ്ട് ബ്രഷുകളായിരിക്കും, ചെറിയ റൗണ്ട് ബ്രഷുകൾ. അപ്പോൾ നമ്മൾ കളർ സെറ്റിൽ ആക്ച്വലി വയലറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ പേർപ്പിൾ ഷെയ്ഡ് നമുക്ക് പിഗ്മെൻ്റ് ഇല്ല. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ കൊബാൾട്ട് ബ്ലൂ, അതുപോലെ അൾട്രാ മറൈൻ ബ്ലൂ, ഈ കളേഴ്സൊക്കെ നമ്മൾ ക്രിംസൺ ലൈക്ക് റെഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വയലറ്റ് ഷെയ്ഡ് കിട്ടും. അതുപോലെ ഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഒരേ മിക്സ് അല്ല യൂസ് ചെയ്യുന്നത്, ഒരേ ടോൺ ഓഫ് വയലറ്റ് അല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ റെഡിൻ്റെ കണ്ടൻറ്റും ബ്ലൂവിൻ്റെ കണ്ടൻറ്റും ഒക്കെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറിയ വേരിയേഷൻസ് വരുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മിക്സ് ചെയ്ത കളർ തീർന്നു പോയാൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മിക്സ് ചെയ്യുന്നതിൽ കളറിൻ്റെ വേരിയേഷൻ വരുന്നത് നമ്മുടെ പെയിൻറ്റിങ്ങിനെ മോശമാക്കാനൊന്നും പോകുന്നില്ല. കളറിങ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു പേടിയാണിത്. നമ്മളൊരു കളർ മിക്സ് ചെയ്തിട്ട് അത് എന്തോ ഭാഗ്യത്തിന് മിക്സ് ചെയ്ത് കിട്ടിയതാണ്, അത് തീർന്നും പോയി, ഇനി അതേ കളർ കിട്ടുമോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം. അപ്പോൾ അത് ഓരോ മിക്സും എന്തായാലും ഡിഫറെൻറ്റ് കളേഴ്സ് തന്നെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിനെപ്പറ്റി വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ വലിയ ഫ്ലവറിൽ ഇനീഷ്യലി അപ്ലൈ ചെയ്തിട്ടുള്ള കളർ കുറച്ചുകൂടെ ബ്ലൂ ഷെയ്ഡ് കൂടിയ മിക്സാണ്. ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതിൽ ബ്ലൂവിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ് നമ്മൾ ആദ്യം വാഷ് ചെയ്ത ലെയറിൽ. ഇപ്പോൾ നമ്മൾ ക്രിംസൺ റെഡ് കുറച്ച് കൂടുതൽ മിക്സ് ചെയ്തിട്ട് നേരത്തെ വാഷ് ചെയ്ത് ബ്ലൂ ഫ്ലവറിലേക്ക് ആഡ് ചെയ്യുകയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്ലൂ കളർ ഡ്രൈ ആയിട്ടില്ല, വെറ്റായി നിൽക്കുന്ന ഫേസിലേക്ക് തന്നെയാണ് നമ്മൾ കുറച്ച് വയലറ്റിഷ് ആയിട്ടുള്ള ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നത്. ഇതളുകൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കും നമ്മുടെ ആ ബ്ലൂ കളറും പേർപ്പിൾ കളറും ചില ഭാഗത്തൊക്കെ ബ്ലെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് പെയിൻറ്റിങ്ങിന് നല്ലൊരു ഭംഗി ആഡ് ചെയ്യും. അപ്പോൾ ആ പേർപ്പിൾ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇതളുകളുടെ ഷേപ്പൊക്കെ നമ്മൾ വരച്ചെടുത്തു. കുറച്ചുകൂടെ ഡാർക്കറായിട്ടുള്ള മിക്സാണ് എടുത്തത്. ഇതളുകളുടെ കമ്പാരിറ്റീവ്ലി ബോട്ടം പോർഷനിൽ അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ കമ്പാരിറ്റീവ്ലി ഉള്ളോട്ട് വരുന്ന ഇതളുകളിലൊക്കെ വെളിച്ചം അടിക്കുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഭാഗം കൂടുതൽ ഡാർക്കറായിരിക്കും. അപ്പോൾ ആ പോർഷൻസാണ് നമ്മൾ ഡാർക്കായിട്ടുള്ള മിക്സ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ കളർ ആഡ് ചെയ്യുന്നത്. അതുപോലെ ഫ്ലവറിൻ്റെ പിറകിൽ വരുന്ന ഭാഗം, താഴെ വരുന്ന ഭാഗം, നമ്മൾ ലൈറ്റ് എവിടേക്കാണ് വീഴുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഫ്ലവറിൻ്റെ സെൻട്രൽ റീജിയൻ നമ്മൾ വൈറ്റായിട്ട് ലീവ് ചെയ്തിട്ടുണ്ട്. അത് പേർപ്പസ്ഫുള്ളി ചെയ്തതാണ്. അവിടെ നമുക്കൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അമ്പലിൻ്റെ ഏറ്റവും സെൻട്രൽ റീജിയനിൽ തേനൊക്കെ വരുന്ന ഭാഗം. അപ്പോൾ അത് നമ്മളിപ്പോൾ പേപ്പർ വൈറ്റ് ലീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഷേപ്പ് നമ്മൾ വർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞു. അതിൻ്റെ സറൗണ്ടിങ്ങിൽ കളേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഷേപ്പ് ഡെവലപ്പ് ചെയ്തു. അതുപോലെ ഫ്ലവറിൻ്റെ അടുത്ത് വരുന്ന മുട്ടുകളാണ് നമ്മളിപ്പോൾ വാഷ് ചെയ്തത്. അപ്പോൾ അതിൽ വയലറ്റ് ഷെയ്ഡും വരുന്നുണ്ട്, അതുപോലെ ഗ്രീൻ ഷെയ്ഡുള്ള ഭാഗം വരുന്നുണ്ട്. മുട്ടിൻ്റെ പുറത്ത് വരുന്ന പോർഷനിലൊക്കെ ഗ്രീന് ഷെയ്ഡുണ്ട്. അപ്പോൾ നമ്മൾ വെറ്റായിട്ടുള്ള കളറിലേക്ക് തന്നെ വയലറ്റ് ഷെയ്ഡ് ആദ്യം അപ്ലൈ ചെയ്തു. അതിന് മേലെ കൂടെ തന്നെ ഡ്രൈ ആവുന്നതിന് മുമ്പ് ഗ്രീൻ അപ്ലൈ ചെയ്തു. ഇപ്പോൾ നമ്മൾ അൾട്രാമറൈൻ ബ്ലൂ അതുപോലെ ക്രിംസൺ റെഡ് ഇത് രണ്ടുമാണ് മിക്സ് ചെയ്തത്. കുറച്ചുകൂടെ ഡാർക്കർ വയലറ്റ് ഷെയ്ഡാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. നമ്മൾ പെയിൻറ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഡിസ്കസ് ചെയ്തിരുന്നു നമ്മൾ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ആദ്യം അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിന് മേലെ ഡാർക്കർ ആയിട്ടുള്ള ലേയേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് പോരും. അപ്പോൾ ഡാർക്കർ ആയിട്ടുള്ള മിക്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പാരിറ്റീവ്ലി വാട്ടർ കണ്ടൻറ്റ് കുറച്ച് റെഡ്യൂസ് ചെയ്യും, അതുപോലെ കളറിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂടുതലെടുക്കും. ഫ്ലവേഴ്സിൻ്റെ
എതളുകളുടെ ഔട്ടർ ബൗണ്ടറീസൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. എതളുകളുടെയൊക്കെ അതിൻ്റെ ഷേപ്പിലാണ് അതിൻ്റെ പകുതി ഭംഗിയിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ആവശ്യത്തിന് സമയം എടുത്തുകൊണ്ട് തന്നെ ചെയ്യാം. അപ്പോൾ അത് വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ബ്രഷ് സെലക്ട് ചെയ്തതും റൗണ്ട് ബ്രഷിലേക്ക് മാറ്റിയത്. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്പർ 5 റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ്. നാച്ചുറൽ ഹെയർസുള്ള ബ്രഷാണ്. നാച്ചുറൽ ഹെയർസിലും സിന്തറ്റിക് ഹെയർസുള്ള ബ്രഷുകളൊക്കെ നമുക്ക് ഒരുപാട് നല്ല ബ്രഷുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫ്ലവറിൻ്റെയും ഏകദേശം ഇനീഷ്യൽ ലെയറുകൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് പിറകിലുള്ള വെള്ളം വരുന്ന ഭാഗമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത് പ്രഷ്യൻ ബ്ലൂവും അൾട്രാമറൈൻ ബ്ലൂവും അതുപോലെ തന്നെ സാപ്പ് ഗ്രീനുമാണ്. ഇതുപോലെയുള്ള ഡാർക്കറായിട്ടുള്ള ലേയേഴ്സ് വർക്ക് ചെയ്യുമ്പോഴും അതുപോലെ കൂടുതൽ റീജിയൻസ് കവർ ചെയ്യാനുള്ള കളേഴ്സ് നമ്മൾ മിക്സ് ചെയ്ത് ബ്രഷിൽ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം കണ്ടൻറ്റ് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ബ്രഷിൽ ഹോൾഡ് ചെയ്യാവുന്ന അത്യാവശ്യം നല്ലോണം കളർ എടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഡ്രൈ ആകുമ്പോഴേക്ക് കളേഴ്സ് കുറച്ച് ഡള്ളായി പോവും. പ്രഷ്യൻ ബ്ലൂവും ഗ്രീനും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കളറിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത വയലറ്റ് കൂടെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ ലീഫിൻ്റെ എഡ്ജസൊക്കെ വാഷ് ചെയ്തെടുക്കുകയാണ്. വാട്ടർ ലില്ലീസിൻ്റെ ലീഫിൻ്റെ എഡ്ജ് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും ചെറിയൊരു വേവി ഫോമിലാണ്. അപ്പോൾ അത് നമ്മൾ വാഷ് ചെയ്തു. അഗെയിൻ നമ്മൾ ആ മിക്സിനെ കുറച്ചുകൂടെ ഡെൻസറാക്കുകയാണ്. ക്രിംസൺ റെഡ് ആഡ് ചെയ്തു. അപ്പോൾ കുറേ കൂടെ ഡാർക്കറായി മാറിയ കളർ. ഓൾറെഡി നമ്മുടെ ബ്രഷിലുള്ള കളറിലേക്ക് പ്രഷ്യൻ ബ്ലൂ, അൾട്രാമറൈൻ ബ്ലൂ, ഗ്രീൻ അതുപോലെ തന്നെ ക്രിംസൺ റെഡും ആഡ് ചെയ്തു. അതെല്ലാം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രീനിനെ അല്ലെങ്കിൽ വാട്ടറിൻ്റെ ആ ഷെയ്ഡിനെ കുറച്ചുകൂടെ ഡാർക്കാക്കാൻ വേണ്ടി ചെയ്യുന്ന മിക്സുകളാണ്. അപ്പോൾ ആ കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ വെള്ളം വരുന്ന പോർഷൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റിങ്ങിൻ്റെ ബൗണ്ടറീസ് അതുപോലെ നമ്മൾ ഇറഗുലർ ഷേപ്പിൽ ലീവ് ചെയ്യാണ്. പെർട്ടിക്കുലർ ബോർഡർ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല. പ്രഷ്യൻ ബ്ലൂവിലേക്ക് ബേൺ സിയന്ന മിക്സ് ചെയ്തു. ബേൺ സിയന്ന അഥവാ ബ്രൗണിഷ് ഷെയ്ഡ് ബ്ലൂവിലേക്ക് മിക്സ് ചെയ്ത കളറാണ് നമ്മളിപ്പോൾ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ആ കളർ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലീഫിൻ്റെ ബൗണ്ടറീസ് വൃത്തിക്ക് വരച്ചെടുത്തു. അവിടെ മാത്രമേ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ബാക്കി വാട്ടറിൻ്റെ ഭാഗം നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്ത് പോവാം. അഗെയിൻ ബേൺസ് തന്നെ കുറച്ചുകൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ കളറിലേക്ക് കുറച്ച് ബ്രൗണിഷ് ഷെയ്ഡ് കൂടുതൽ കിട്ടും. വാട്ടർ നല്ല ഡീപ്പായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ്. ഡെപ്ത് കൂടുതലുള്ള പോർഷനിൽ അതുപോലെ ലൈറ്റ് ഏറ്റവും കുറച്ച് വീഴുന്ന ഭാഗങ്ങളിലൊക്കെ വാട്ടർ ഡാർക്കറായിരിക്കും. ലീഫിൻ്റെ ബൗണ്ടറി അതുപോലെ ഫ്ലവറിൻ്റെ തണ്ടിൻ്റെ ബൗണ്ടറിയൊക്കെ വാഷ് ചെയ്തു. പ്രഷ്യൻ ബ്ലൂ ആൻഡ് ബേൺ സിയന്ന. നേരത്തെ ചെയ്ത പോലെ കളേഴ്സ് ഡ്രൈ ആവുന്നതിന് മുമ്പ് വെറ്റായി നിൽക്കുന്ന വാഷിലേക്ക് കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ടോൺ ആഡ് ചെയ്തു. പ്രഷ്യൻ ബ്ലൂ, സാപ്പ് ഗ്രീൻ ആൻഡ് ബേൺ സിയന. ഡാർക്കായിട്ടുള്ള മിക്സ് എടുക്കാൻ കാര്യം നമ്മുടെ ആമ്പലിൻ്റെ തണ്ടൊക്കെ വരുന്ന ഭാഗമാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. അപ്പോൾ തണ്ടിൻ്റെ ഭാഗം നമ്മൾ ലൈറ്റർ കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ കമ്പാരിറ്റീവ്ലി വളരെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് നമ്മൾ ബൗണ്ടറിയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് ആ ഒബ്ജക്റ്റ് കുറേ കൂടെ ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. നമ്മുടെ മുട്ടൊക്കെ വരുന്ന ഭാഗം പിക്ചറിൽ നല്ല എടുത്ത് നിൽക്കും. സറൗണ്ടിങ് മൊത്തം ഡാർക്കർ ഷെയ്ഡ് വാഷ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വാഷ് ചെയ്യുന്ന ബ്രഷ് സ്ട്രോക്കുകളെല്ലാം ഹൊറിസോണ്ടലാണ്. അത് നമുക്ക് വാട്ടറിൽ ആ വേവിൻ്റെ ഹൊറിസോണ്ടാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ വാഷ് മാത്രമാണ് അപ്ലൈ ചെയ്തത്.
ഇത് നമ്മൾ എല്ലാ ഒബ്ജക്റ്റും വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കളർ ചെയ്യുകയാണെങ്കിലും പെൻസിൽ ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഹൊറിസോണ്ടാലിറ്റി ഉള്ള സർഫസുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൊറിസോണ്ടൽ സ്ട്രോക്കുകൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ വേർട്ടിക്കലായിട്ടുള്ള വാൾസോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചുമരുകളോ അല്ലെങ്കിൽ കുത്തനെയുള്ള പ്രതലങ്ങൾ വരയ്ക്കുന്ന സമയത്ത് കുത്തനെ തന്നെ നമ്മൾ കളർ അപ്ലൈ ചെയ്യുക. വെള്ളത്തിൻ്റെ കളറ് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേൺസി തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി റാൻഡംലി ആണ് ചെയ്യുന്നത്. നമ്മൾ ചില സമയത്ത് ക്രിംസൺ റെഡ് ആഡ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ റീജിയണിലും ഒരേ കളർ വരാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ നേരത്തെ ലീഫൊക്കെ കളർ ചെയ്ത സമയത്ത് സെയിം ടെക്നിക്ക് യൂസ് ചെയ്തിരുന്നു. കളറിൻ്റെ ഒരു മോണോട്ടോണി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനോട് കൂടെ തന്നെ നമ്മുടെ ഒബ്ജക്ട്സിൻ്റെ ബൗണ്ടറീസും നമ്മൾ കാർവ് ചെയ്ത് പോരുന്നുണ്ട്. വാട്ടർ കണ്ടൻറ്റ് കുറച്ചുകൂടെ ആഡ് ചെയ്തു, കളർ കൂടുതൽ മിക്സ് ചെയ്തു. അപ്പോൾ നമുക്ക് കൂടുതൽ റീജിയൻ ഒറ്റ വാഷിൽ കവർ ചെയ്യാൻ കഴിയും. അതുപോലെ വാട്ടർ കളറിങ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നൊരു മിസ്റ്റേക്കാണ് കളേഴ്സ് വളരെ ലൈറ്റായി പോകും അല്ലെങ്കിൽ ഡള്ളായി പോകും. നമ്മൾ 2 or 3 ടോണോ അല്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ഫിനിഷിങ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാലും പെയിൻറ്റിങ് വളരെ ഡള്ളായിരിക്കും, വളരെ ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. അത് നമ്മൾ കളർ മിക്സ് ചെയ്യുന്ന സമയത്ത് വരുത്തുന്ന മിസ്റ്റേക്കാണ്. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വാട്ടർ കളറിൽ നമുക്ക് ഈ മിസ്റ്റേക്ക് ഒഴിവാക്കാം. പെയിൻറ്റിങ്സ് വളരെ ബ്രൈറ്റർ ആക്കി എടുക്കാൻ പറ്റും. നമ്മൾ കളർ മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പിഗ്മെൻറ്റ് നന്നായിട്ട് യൂസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലറ്റിൽ എടുത്തു വെച്ചിട്ടുള്ള കളർ നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ബ്രഷിൽ കളർ എടുക്കുന്ന സമയത്ത് ബ്രഷ് നന്നായിട്ട് വെറ്റാവുന്ന അത്രയും ക്വാണ്ടിറ്റി കളർ ഹോൾഡ് ചെയ്യുക. പ്രത്യേകിച്ച് വലിയ റീജിയൻസ് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ബ്രഷിൽ നിറയെ ഹോൾഡ് ചെയ്യാവുന്ന അത്രയും കളേഴ്സ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഡള്ളായി പോവില്ല. വെള്ളം വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഒരു ചെറിയ റിഫ്ലക്റ്റീവ് ക്യാരക്ടറോടെ നമുക്ക് തോന്നിക്കാൻ സാധിക്കും. പ്രഷ്യൻ ബ്ലൂവിലേക്ക് സാപ്പ് ഗ്രീൻ, ബേൺ സിയന്ന, അതുപോലെ സ്കാർലെറ്റ് റെഡ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗ്രീനിഷ് വാഷാണ്. നമ്മുടെ ലീഫും അതുപോലെ മുട്ടുകളൊക്കെ വരുന്നതിന് താഴെയുള്ള ഭാഗമാണ്. അപ്പോൾ അവിടെ വാട്ടർ കണ്ടൻറ്റും കുറച്ച് ഗ്രീനായിട്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ പ്രഷ്യൻ ബ്ലൂവും സാപ്പ് ഗ്രീനും മാത്രം മിക്സ് ചെയ്ത ഒരു ലെയർ ആഡ് ചെയ്യുന്നുണ്ട്. ബ്ലൂവിൻ്റെ കണ്ടൻറ്റാണ് കൂടുതൽ. അതുപോലെ ബേൺസിയനെയും പ്രഷ്യൻ ബ്ലൂവും മിക്സ് ചെയ്ത് ഫ്ലവർ ബഡിൻ്റെ ബൗണ്ടറി, അതുപോലെ വാട്ടറിൽ വരുന്ന ഹൊറിസോണ്ടൽ ലൈൻസ് ഒക്കെ പെയിൻറ്റ് ചെയ്യുകയാണ്. അതേ കളർ മിക്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത് വരുന്ന ലീഫിൻ്റെ ഔട്ടർ ഷേപ്പുകളൊക്കെ വരയ്ക്കാം. നമ്മൾ പേപ്പർ വൈറ്റ് ലീവ് ചെയ്ത ഫ്ലവറിൻ്റെ സെൻട്രൽ പോർഷനിലാണ് നമ്മൾ കളർ അപ്ലൈ ചെയ്യുന്നത്. ഗാംബോഷ് യെല്ലോ ആണ്. ഗാംബോഷ് യെല്ലോ വാട്ടർ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ലൈറ്റായിട്ട് സെൻട്രൽ പോർഷനിൽ ആഡ് ചെയ്തു. അതിനിടയിലും വളരെ കുറച്ച് പേപ്പർ വൈറ്റ് ലീവ് ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് വരുന്ന ഭാഗം. 2 ഫ്ലവറിലും അതേ വാഷ് ചെയ്തു. ഇനി അതിന് മേലെ കൂടെ ഡ്രൈ ആയിട്ടുള്ള ഗാംബോഷ് യെല്ലോ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഡ്രൈ ആയിട്ട് കളർ മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത വെറ്റായിട്ടുള്ള കളറിൻ്റെ ബോട്ടം പോർഷനിൽ കുറച്ചുകൂടെ യെല്ലോ ആഡ് ചെയ്തു. അടുത്തതായിട്ട് നമ്മൾ ആമ്പലിൻ്റെ തണ്ടുകളാണ് കളർ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ലെമൺ യെല്ലോ അതുപോലെ സാപ്പ് ഗ്രീൻ മിക്സ് ചെയ്തെടുത്തു. ലൈറ്റായിട്ടുള്ള വാഷാണ്. അപ്പോൾ അതുപയോഗിച്ചിട്ട് ആമ്പലിൻ്റെ തണ്ടിൻ്റെ ഒരു വശം നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിംസൺ റെഡും അതുപോലെ പ്രഷ്യൻ ബ്ലൂവും മിക്സ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു ഗ്രേയിഷ് ബ്രൗൺ കളർ നമുക്ക് കിട്ടും. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ലില്ലീസിൻ്റെ തണ്ടിൽ കളർ അപ്ലൈ ചെയ്തു. നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത ലെയർ ഇപ്പോഴും വെറ്റാണ്. അതിലേക്കാണ് നമ്മൾ ഡാർക്കർ ഷെയ്ഡ് ആഡ് ചെയ്യുന്നത്.
ആമ്പലിൻ്റെ മുട്ട് വരുന്ന ഭാഗം നമുക്ക് ഇനിയും ലെയർ അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ക്രിംസൺ ലൈക്ക് റെഡും ബേൺ സിയന്നയും മിക്സ് ചെയ്തിട്ട് ഒരു ലെയർ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതേ കളർ തന്നെ താഴേക്ക് തണ്ടിനും അതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്ന വാട്ടറിലും അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി വാട്ടറിലേക്ക് ഫീൽ ചെയ്യും. അതേ വാഷ് തന്നെ വാട്ടർ ലില്ലീൻ്റെ രണ്ടാമത്തെ ബഡിനും അപ്ലൈ ചെയ്തു. നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തിട്ടുള്ള ഇലകളുടെ കളറൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ആദ്യത്തെ 2 ലെയറും ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇലകളിലേക്ക് കുറച്ച് ഡീറ്റെയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അടുത്ത് നിൽക്കുന്ന ലീഫുകളിൽ അതിൻ്റെ വെയിൻസൊക്കെ കാണുന്ന രീതിയിൽ നമ്മൾ ചെറിയൊരു ഗ്രീൻ ലെയർ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലെയറും നമ്മൾ സാപ്പ് ഗ്രീൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. നമ്മൾ ഒരുപാട് ഡാർക്കർ ലെയർ അല്ല അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത ലെയറിനേക്കാൾ ഒരു ലിറ്റിൽ ബിറ്റ് ഡാർക്കർ, കുറച്ച് ഡാർക്കറായിട്ടുള്ള ഒരു ലെയറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ പാരറ്റിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഗെയിൻ ആൻഡ് അഗെയിൻ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്യുവർ കളർ നമുക്ക് മിസ്സായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സാപ്പ് ഗ്രീൻ ആക്ച്വലി പ്യുവർ സാപ്പ് ഗ്രീൻ അല്ല. നമ്മൾ നേരത്തെ വാഷ് ചെയ്ത സമയത്ത് ബേൺ സിയന്ന അതുപോലെ യെല്ലോ ഓക്കറൊക്കെ വളരെ കുറഞ്ഞ കണ്ടൻറ്റിൽ അതിൽ മിക്സ് ആയിട്ടുണ്ട്. പ്യുവർ ഗ്രീൻ അല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇലകളിൽ വരുന്ന വെയിൻസ്, ചുളിവുകളൊക്കെ കാണിക്കാനായിട്ട് വളരെ തിന്നായിട്ടുള്ള ലെയറുകളാണ് നമ്മളിപ്പോൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വാട്ടർ കളർ ഫിനിഷിങ് സ്റ്റേജിൽ ദൂരെയുള്ള ഒബ്ജക്റ്റുകളൊക്കെ വളരെ ചെറിയ സ്ട്രോക്ക് അപ്ലൈ ചെയ്തിട്ട് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്ത ദൂരെയുള്ള ആ ലീഫിൻ്റെ താഴെ വരുന്ന ഭാഗമൊക്കെ നമ്മളതാണ് ചെയ്തത്. വളരെ മിനിമലായിട്ട് ലൈറ്റായിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ് കൂടിയ വാഷ് അപ്ലൈ ചെയ്തുകൊണ്ട് മടങ്ങി നിൽക്കുന്ന ഇലകൾ, അതുപോലെ ബെൻഡ് ചെയ്ത് നിൽക്കുന്ന പോർഷൻസ്, അതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ഒബ്ജക്റ്റിൻ്റെയും ഫൈനൽ ലെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒബ്ജക്റ്റുകളുടെ ഫിനിഷിങ് ഫീൽ ചെയ്യുന്ന അതിലായിരിക്കും. ഇപ്പോൾ ലീഫിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ, വെയിൻസ്, ഇതൊക്കെ നമ്മളൊരു ഒറ്റ വാഷ് കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്താണ്. വളരെ മിനിമലായിട്ടുള്ള ഡീറ്റെയിൽ ആണ്. പക്ഷേ അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലീഫിൻ്റെ കുറേ ക്യാരക്ടേഴ്സ് മിസ് ഔട്ടായി പോകും. ആമ്പലിൻ്റെ ഇതളുകളുടെ വളരെ അടുത്ത് വരുന്ന ഭാഗം നമ്മൾ കുറച്ച് ഡാർക്ക് ഗ്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫ്ലവർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അതുപോലെ ഏറ്റവും അടുത്ത് വരുന്ന ലീഫ്, ഇറ്റ്സ് എ ന്യൂ ബോൺ ലീഫ്. അത് വിടർന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ കമ്പാരിറ്റീവ്ലി ചുളിവുകൾ കൂടുതലായിരിക്കും. നമ്മുടെ ബ്രഷിലുള്ള സാപ്പ് ഗ്രീനിൻ്റെ കൂടെ കുറച്ച് യെല്ലോ ഓക്കർ മിക്സ് ചെയ്തിട്ട് ആ ലീഫിൻ്റെ പിറകിൽ വരുന്ന ഭാഗങ്ങൾ വാഷ് ചെയ്തു. അവിടെയും ചെറിയ വെയിൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അപ്പോൾ അത് യെല്ലോ ഓക്കർ ചേർന്ന സാപ്പ് ഗ്രീൻ വെച്ച് ഫിനിഷ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഫ്ലവറിലൊരു ചെറിയൊരു സ്ട്രോക്ക് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി. ഏറ്റവും പുറത്തുള്ള ഇതളുകളുടെ പിൻവശം ഗ്രീൻ ഷെയ്ഡായിരിക്കും. അപ്പോൾ ഏറ്റവും ഇതളിനോട് അടുത്ത് വരുന്ന ഭാഗത്ത് കുറച്ച് ഗ്രീൻ കളർ ടച്ച് ചെയ്തു. സോ നമ്മുടെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ സെഷൻ കുറച്ച് ലെങ്തി ആയിരുന്നു. എന്നാലും വാട്ടർ കളർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ഒരുപാട് ഡ്രോയിങ് ടെക്നിക്കുകളും പുതിയ സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങുകളും ഇനി വരുന്ന വീഡിയോകളിലൂടെ നമുക്ക് പഠിക്കാം. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.
അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്.